ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ പേര് സനു എന്നാണ്. ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് സനു എന്നാണ്. അപ്പോൾ ഞാൻ വിയറ്റ്നാമിലാണ് ജോലി ചെയ്യുന്നത്. ഒരു 6 വർഷത്തോളമായിട്ട് വിയറ്റ്നാമിൽ തന്നെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഇന്ന് ഞാൻ പറയാനുള്ളത്, അതായത് നമ്മൾ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിന്, അല്ലെങ്കിൽ മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിന് അതെങ്ങനെ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹമാണ്. അത് പല രാജ്യങ്ങളിലും പലർക്കും പോകുന്നവർക്ക് പല അനുഭവങ്ങളുണ്ടായിരിക്കാം. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ ലോൺലെസ്, അതായത് നമ്മൾ ഏകാന്ത എന്ന് പറഞ്ഞൊരു സാധനം ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. എനിക്കൊരു വാക്കി പറയുവാണെങ്കിൽ ഇതൊരു ചെറിയ കളിയല്ല. അതായത് എൻ്റെ ഏജ് ചിലപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏജ് കുറവായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ 23 വയസ്സുള്ളപ്പോൾ ഞാൻ വിയറ്റ്നാമിൽ വന്നത്. അതായത് കോവിഡിനൊക്കെ ആ ഒരു ടൈമിലൊക്കെയാണ് കോവിഡിനൊക്കെ മുമ്പാണ് ഞാൻ വിയറ്റ്നാമിലോട്ട് വരുന്നത്. അപ്പം എൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ചർച്ചയാണ്. അപ്പം എന്നെ എത്രത്തോളം ഡിപ്രഷനോട്ട് അല്ലെങ്കിൽ വേറൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോയെന്ന് പറയും. അതിപ്പം ഒരു ചെറിയ ഏജിലുള്ളവർക്ക് ചെറിയൊരു ഏജിലുള്ളവർക്ക് അത് മനസ്സിലായി കാണണമെന്ന് എനിക്കില്ല. പക്ഷേ കുറച്ചും കൂടെ പ്രായമുള്ളവർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെക്കാളും കുറച്ചും കൂടെ പ്രായം കൂടുതലുള്ളവർക്ക് അത് കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണോ അത് ഏതൊരവസ്ഥയാണെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു തിയറി, അതായത് എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഞാൻ വന്ന വഴിയിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാനാണ് എനിക്കിഷ്ടം. അത് അതിനകത്തൊരു മറയോ ഒരു കളങ്കോ ഒന്നുമില്ല. അതായത് ഫ്രസ്ട്രേറ്റഡ് ആവുക, നമ്മൾ റീച്ച് കിട്ടുക, അത് റീച്ച് കിട്ടുന്ന ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈഫിൽ റീച്ച് ഉണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുറേ സ്റ്റേജിൽ വന്ന കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ 2019 ലാസ്റ്റ് 20 ആ ഒരു ടൈമിലാണ് ഞാൻ വരുന്നത്. അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഇപ്പം അത്യാവശ്യം ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വിയറ്റ്നാമിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പൂർ കൺട്രിയാണ്. സംഭവം ശരിയാണ്, വിയറ്റ്നാം ഒരു പൂർ കൺട്രിയാണ്, വലിയ ഡെവലപ്ഡ് കൺട്രിയില്ല, ലൈക്ക് ഡെവലപ്പിംഗ് കൺട്രിയാണ്. പക്ഷേ സിവിക് സെൻസ്, ആൾക്കാരുടെ പെരുമാറ്റം, ബുദ്ധ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ബുദ്ധിസമാണ്. പക്ഷേ അത് ചിലപ്പോൾ ഹാർഡ് ബിലീവേഴ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മതഭ്രാന്തമുള്ളവരോ ഒന്നുമല്ല. അപ്പം ഞാനത് പറയാൻ കാരണം അങ്ങനെയാണ്. അപ്പം എനിക്ക് ആദ്യം ജോലിയും കാര്യങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും എൻ്റെ ജോലി എന്താണ്, ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അതിലോട്ട് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് ഉള്ളിലുള്ള പ്രോവിൻസിലൊക്കെയാണ് ആദ്യം പോയത്. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആരുമില്ല സംസാരിക്കാൻ. ഇന്ത്യൻസൊക്കെ ആയിരിക്കും പൊതുവെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻസ് ഉണ്ട്, പക്ഷേ അവർ ടീച്ചേഴ്സോ ഒന്നുമല്ല. അവർ യോഗ പഠിപ്പിക്കുന്ന ഇന്ത്യൻസാണ്. ഇപ്പോൾ ആരെങ്കിലും യോഗ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ ചാൻസുള്ള ഒരു കൺട്രിയാണ്, നിങ്ങൾക്ക് വരാം, ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. പിന്നെ അതൊരു ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 23 ആ ഒരു ടൈം. അപ്പം കുറേ പ്രശ്നങ്ങളും കുറേ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറ്റയ്ക്ക് താമസിച്ച് ഞാൻ ഒരു സ്ഥലത്ത് താമസിച്ചു. അത് ഭയങ്കര തണുപ്പാണ്. നോർത്തിലാണ്, വിയറ്റ്നാം നോർത്തിൽ സൊന്ന എന്ന് പറഞ്ഞ ഒരു പ്രോവിൻസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് 2 വർഷക്കാലം. അത് ഭയങ്കര തണുപ്പാണ്. ആദ്യം കുറേ കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കോച്ചിങ്ങിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു കൂടെ. ഒന്നും എനിക്കില്ല. പക്ഷേ ഈ തന്നെ പോയി കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത വിയറ്റ്നാമീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സംഭവം ശരിയാണ്, കൂട്ടുകാരും കാര്യങ്ങളൊക്കെ. ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ആദ്യമൊന്നും എനിക്ക് വലിയ ഫീലാണ്. ഞാൻ തന്നെ താമസിക്കുന്നു, തന്നെ കുക്ക് ചെയ്യുന്നു, തന്നെ ഫുഡ് എടുക്കുന്നു, എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ ഞാൻ അറിയാതെ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടുണ്ട്. അത് ആൾക്കാരോട് സംസാരിക്കാത്തതുകൊണ്ടാണോ, അതെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. ആരോടും മിണ്ടുന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഗേൾഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹാഫ് ഇൻട്രോട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് ഞാൻ വിയറ്റ്നാമിൽ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഡിഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്ര എൻ്റെ ജോബിന് ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു ആദ്യം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ, നമ്മൾ ഫോഴ്സും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം വീക്കിലി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ വീട്ടിൽ വിളിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയും പേടി തട്ടാൻ തുടങ്ങി. നമ്മൾ ഇതല്ലെങ്കിൽ നാളെ എൻ്റെ ആങ്സൈറ്റി പ്രശ്നങ്ങൾ, ഭയങ്കര തലവേദന. എനിക്കെൻ്റെ ഇതിലോട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നൊക്കെ കോവിഡ് ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും നാട്ടിലോട്ട് പോകാൻ പൈസ ഇല്ല. അതാണ് മെയിൻ കാര്യം. അപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ആശുപത്രി പോയപ്പോൾ അവരെനിക്ക് കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു. എനിക്ക് തലവേദന പോകുന്നില്ല. മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാനത് കുറേ കാലം കഴിച്ചപ്പോഴത്തേനും എൻ്റെ പഴയ പോലെ നമുക്ക് കണ്ടറിയാം
കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്തായിട്ട് ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. ഭയങ്കരമായിട്ട് എനിക്ക് വണ്ണം വെച്ചു. പക്ഷേ ഭയങ്കരമായിട്ട് ഈ മരുന്ന് കഴിച്ചു, വിയറ്റ്നാമിൽ ഈ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. വണ്ണം വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 കിലോ എങ്ങാണ്ടുണ്ടായിരുന്നു ഞാൻ, ഒറ്റയടിക്ക് 77-78 കിലോ ആയി. അത്ര ഗെയിനായി. അതിന് വേറൊരു കാര്യം കൂടെ, നാട്ടിൽ നിന്ന് പോകുമ്പോൾ 73 ഉണ്ടായിരുന്നു. ഈ ഞാനാണ് ഇവിടെ വൈകാൻ വന്നിട്ട് 66-67. പിന്നെ നമ്മൾ തന്നെ ഫുഡും കാര്യങ്ങളും മാനസിക സംഘർഷമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് ഞാൻ ഈ മരുന്ന് അന്ന് ChatGPT കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഈ മരുന്ന് എന്നാ സംഭവം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ വലിയ നടത്തി ഞാനങ്ങ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഡിപ്രഷന് വരുന്നത്. സംഭവം യാതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ആവി ഇട്ട് ചൂടുവെള്ളം പിടിച്ചാൽ തീരാവുന്ന കേസിലാണ് ഞാൻ. അത് വിയറ്റ്നാമിലെ മെഡിക്കൽ സിസ്റ്റം അത്ര നമ്മുടെ നാട്ടിലെ പോലെ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. അവരെ എനിക്ക് എല്ലാ ഞായറാഴ്ചയും പോകണമായിരുന്നു. അപ്പോൾ അവരെനിക്ക് മരുന്ന് തന്നു, ഞാനത് കഴിച്ചു. അതാകെ പ്രശ്നമായി. തടി വെച്ച് എനിക്ക് എപ്പോഴും ഉറക്കം 24 മണിക്കൂർ ഉറങ്ങി. അത് ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞതാ അതെന്താണ് എനിക്കത് പറ്റിയെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരിക്കും. 24 മണിക്കൂർ ഉറക്കം കാര്യങ്ങൾ അങ്ങനെ കുറേ പ്രശ്നമായി. ലാസ്റ്റ് ഞാൻ കോച്ചിങ്ങിൽ ഒരു പ്രാവശ്യം വന്നു. കോച്ചിങ്ങിന് വന്നിട്ട് ഇന്നൊരു നേഴ്സ് കണ്ടു. ഒരു കാനഡ എന്നുള്ള നേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടി കോച്ചിങ് വന്നത്. ഒരു കാനഡയിൽ ഉള്ള ഒരു നേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചിങ് വന്നു. അയാളുടെ ഫാമിലിയോടെ വന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഡിപ്രഷനാണ്, നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ കുറച്ച് ആവി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോകുമെന്ന് പറയും. എനിക്കറിയില്ല ആവി പിടിച്ചതിനാണോ ഡിപ്രഷനാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാനത് ഇപ്പോൾ ഓവർകം ചെയ്യും. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൂടുതൽ സ്ട്രെസ് എടുക്കാൻ തുടങ്ങി. ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ടാകാതെ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മാക്സിമം സൊസൈറ്റിയോട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അടുത്ത് ഞാൻ താമസിക്കുന്ന വിയറ്റ്നാമിൽ ഞാൻ താമസിക്കുന്ന സൈഡിൽ ഒരു വോളിബോൾ കളിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് പ്രായമുള്ളവരാ, ഒരു 55-60 വയസ്സ് അല്ലെങ്കിൽ ഒരു 40-45 വയസ്സ് ഒരു പ്രായമുള്ളവർ. അപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് വോളിബോളൊക്കെ കളിക്കുമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ 24 വയസ്സ് തൊട്ട് ഞാൻ 6 വർഷം എനിക്ക് 30 വയസ്സായി. ചിലവ് കണ്ടാൽ മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷേ ആ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ വോളിബോൾ കളിച്ച് കുറേ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം മാറ്റി. ഞാൻ മാക്സിമം ജിമ്മിൽ പോകും. അതെനിക്ക് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം ഫ്രണ്ട് സർക്കിൾ ഇല്ലേലും ഞാൻ തന്നെ ജീവിക്കാൻ പഠിച്ചു. തന്നെ കുക്ക് ചെയ്യാൻ സാധാരണ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യുന്ന മാക്സിമം കുക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്, പുറത്തൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളോ നമ്മൾ തന്നെ ബീറ്റ് ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഡയറ്റ് എടുക്കുക, നമ്മൾ തന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യുക, നമ്മൾ തന്നെ ചെറിയ ഇൻകം ആണെങ്കിലും വലിയ ഇൻകം ആണെങ്കിലും നമ്മൾ തന്നെ മാക്സിമം കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ വലിയ ഡോക്ടറോ അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നുമല്ല. നമ്മൾ തന്നെ നമുക്ക് തന്നെ ഒരു രീതി ചെയ്യാൻ പറ്റുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നിയൊരു കാര്യങ്ങൾ. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും പുറത്തൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, നമ്മൾ യങ് ഏജിൽ പുറത്തൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ചില രാജ്യങ്ങൾ അതായത് തായ്വാൻ, ചൈന, തായ്ലൻഡ് ഇവിടെയൊക്കെ പോകുന്നവർക്ക് അതേപോലെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മലയാളികളോ ഇന്ത്യക്കാരൊന്നും കൂടെ കാണത്തില്ല. അപ്പോൾ കൾച്ചറെല്ലാം നമ്മുടെ മാറും. ഇപ്പം തന്നെ എൻ്റെ ഒരു സ്വഭാവം എടുത്ത് കാണാം. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ ഈ പിള്ളേരോട് ഇടപെട്ടിട്ട് ഞാൻ പിള്ളേരോട് സംസാരിക്കുന്നവരായിരുന്നു എല്ലാവരും സംസാരിച്ച്. പിന്നെ ഞാൻ 4 വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോയ സമയത്ത് ഞാൻ 4 വർഷം കഴിഞ്ഞാൽ നാട്ടിൽ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഒച്ചത്തിൽ സംസാരിക്കും എല്ലാവരും ഈ പിള്ളേരോട് സംസാരിക്കുന്ന പോലെ. പിന്നെ ഞാൻ അടുത്ത് ക്ലോസിൽ മലയാളം സംസാരിച്ചിട്ടില്ല, വീട്ടിൽ മാത്രമേ വിളിച്ച് മലയാളം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൽ കൂടെ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് നാട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ട്രേഞ്ചേഴ്സും ഇവരെന്നെ തേങ്ങ കാണിക്കുന്നത് അങ്ങനൊരു സംഭവം എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ എന്തിനാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത്? പിന്നെ അത് മാറ്റിയെടുത്തു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ അടിക്കടി പോകാറുണ്ട് നാട്ടിൽ, ഓഫൺ ഞാൻ പോകും. അപ്പം അതൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ. നമ്മളെ സ്നേഹിക്കുക, നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് 24 വയസ്സ് 22 വയസ്സ് നമുക്കൊരു ഐഡിയ കാണത്തില്ല, അല്ലെങ്കിൽ 24 വയസ്സ് നമുക്കൊരു ഐഡിയ കാണത്തില്ല. പക്ഷേ ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, എല്ലാ ഫിസിക്കൽ ഹെൽത്തിനും എല്ലാത്തിനേക്കാളും നമുക്ക് നോക്കുന്നത് മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഫോറിനേഴ്സ് ആരെങ്കിലും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, വീഡിയോസ് കാണുക. കാരണം ഇതും എനിക്കൊരു ലൈക്ക് ഞാനിങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നു, എൻ്റെ സ്ട്രെസ്സ് ഫ്രീ ആകാനുള്ളൊരു മാർഗ്ഗമാണ്. അപ്പം എന്നെ വീണ്ടും സ്ട്രെസ്സാക്കിയത് എനിക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാതെ എന്നെ വീണ്ടും സ്ട്രെസ്സാക്കിയത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഗ്രോ ആവട്ടെ, ഞാനും ഗ്രോ ആവട്ടെ, എല്ലാവരും ഗ്രോ ആവട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.